ചിലങ്കയണിഞ്ഞ അനുരാഗം. രചന അനുശ്രീ. പച്ചപ്പിന്റെ പട്ടുടുത്ത ആ നാട്ടിൻപുറത്തെ ചെറിയൊരു തറവാട് വീട്. അവിടെ എപ്പോഴും കേൾക്കുന്ന പാട്ടിന്റെയും ചിലങ്കകളുടെയും ശബ്ദം ആ നാട്ടിലെ പ്രിയപ്പെട്ടവരുടെ മനസ്സ് നിറച്ചിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്ത സങ്കടം എന്തെന്നറിയിക്കാതെ മുത്തച്ഛൻ ശേഖരന്റെ കൈപ്പിടിച്ച് വളർന്ന മീനാക്ഷി എന്ന മീനു മുറ്റത്തെ മാവിൻ ചോട്ടിൽ നിന്ന് കുട്ടികൾക്ക് നൃത്തം പഠിപ്പിച്ചും അടുത്തുള്ള സ്കൂളിൽ പാട്ടുകാരിയായും ക്യാൻവാസിൽ ചായങ്ങൾ പടർത്തിയും ആളവരുടെ ചെറിയ ലോകത്ത് ആനന്ദം കണ്ടെത്തി. ഒരു വൈകുന്നേരം മീനു ഉമ്മർത്ത് നൃത്തം ചെയ്യുകയാണ്. താളത്തിനൊത്ത് അവളുടെ ചിലങ്കകൾ കിലുങ്ങി. മോളെ മീനു. പതിവില്ലാത്ത ആ ഗൗരവമുള്ള വിളിയിൽ മീനു ഒരു നിമിഷം നിന്നു. അധികം സമയം കളയാതെ ആൾ വേഗം മുത്തച്ഛന്റെ അരികിലേക്ക് ഓടിയെത്തി. എന്താപ്പാ? മോളെ, എനിക്ക് ഈ നെഞ്ചിലൊരു കനം പോലെ. ശേഖരൻ നായർ നെഞ്ചിൽ കൈവച്ച് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന കണ്ട് മീനു പരിഭ്രമത്തോടെ പറഞ്ഞു. അപ്പാ എന്താ പറ്റി? എവിടെ വേദനിക്കുന്നേ? ശാരദാമേ, ഒന്നിങ്ങോട്ട് ഓടി വന്നേ. ആകെ പരിഭ്രാന്തിയോടെ അവൾ അപ്പയുടെ വിയർപ്പ് തുടച്ചുകൊണ്ട് അടുത്ത വീട്ടിലെ ശാരദാമയെ ഉറക്കെ വിളിച്ചു. അപ്പ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അവളുടെ ശബ്ദമിളറി. ശാരദാമയും മകൻ അമലും ചേർന്ന് വേദന ശേഖരനെ നഗരത്തിലെ വലിയ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആ വലിയ ഹോസ്പിറ്റലിന്റെ നീണ്ട ഇടനാഴിയിൽ മീനു തികച്ച് ഒറ്റപ്പെട്ടു പോയിരുന്നു. ഐസിയുവിന്റെ വാതിലേക്ക് നോക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ കൈകൂപ്പി താൻ ആരാധിക്കുന്ന മഹാദേവനോട് പ്രാർത്ഥിച്ചു. ഈ ലോകത്ത് തനിക്ക് ആകെയുള്ള തണലില്ലാതാവുമോ എന്ന ഭയം ആളുടെ മുഖത്ത് നിഴലിച്ച് നിന്നു. ദിവസങ്ങൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ ശേഖരൻ നായർ റൂമിലേക്ക് മാറ്റി. വയോധികനായ വൃദ്ധന്റെ മനസ്സിൽ തന്റെ രോഗത്തേക്കാൾ തനിച്ചായി പോകുന്ന കൊച്ചുമകളുടെ ഭാവിയെക്കുറിച്ച് ഓർത്തുള്ള ആധിയായിരുന്നു. ഒരു വൈകുന്നേരം മുറിയിലേക്ക് പരിശോധനയ്ക്കായി ചീഫ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ശ്രീദേവി എത്തി. സ്റ്റെതസ്കോപ്പ് മാറ്റി അവർ ശേഖരൻ നായരെ നോക്കി പുഞ്ചിരിച്ചു. അച്ഛാ, ഇനി അധികം ടെൻഷനൊന്നും ആവരുത്. അച്ഛ എന്നുള്ള വിളിയിൽ തന്നെ ശേഖരന്റെ മനസ്സിറങ്ങി. നിറഞ്ഞ മനസ്സോടെ അയാൾ ഡോക്ടറെ നേരെ പതിയെ എഴുന്നേറ്റിരുന്നു. അച്ഛൻ്റെ കൂടെ വേറെ ആരും വന്നില്ലേ? ശേഖരൻ ചെറിയ വിഷമത്തോടെ പറഞ്ഞു. ആകെ ഉണ്ടായിരുന്ന മകനും മരുമകളും ഒരാക്സിഡന്റിൽ മരിച്ചു. ആകെയുള്ളത് ഈ കൊച്ചുമോളാ. അത് കേട്ടതും മീനുവിന്റെ കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണീര് ഉരുണ്ടുകൂടി. ശ്രീദേവി ഡോക്ടർ മീനുവിനെ തന്നെ നോക്കി സ്നേഹത്തോടെ ചോദിച്ചു. മോളെന്ത് ചെയ്യുക? ഞാൻ നാട്ടിലെ സ്കൂളിൽ പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചറാ. നിറപുഞ്ചിരിയോടെ അവിടെ മുള്ളിൽ തലോടിക്കൊണ്ട് മുത്തച്ഛനോടായി പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താൻ ഈ കുട്ടിയുടെ നിഷ്കളങ്കതയും മുത്തച്ഛനോടുള്ള സ്നേഹവും കാണുന്നു. കുറച്ചു നാളായി മനസ്സിൽ കൊണ്ടുവരുന്ന ആഗ്രഹം ഡോക്ടർ മടിയോടെ ചോദിച്ചു. അച്ഛാ, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കണമെന്നുണ്ട്. ഒരമ്മ എന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. ഒത്തിരി പ്രതീക്ഷയോടെ ആ ഒരു ശേഖരൻ നായരുടെ അരികിലേക്ക് നടന്നു. ചെറിയ ഗൗരവത്തോടെ ശേഖരൻ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങളുടെ ഈ മോളെ അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കൊരു മകനുണ്ട്, വിശ്വജിത്ത്. ഡോക്ടറാ. ഇപ്പം അവൻ നാട്ടിലില്ല. ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അമേരിക്കയിലാണ്. ഉടൻ തന്നെ നാട്ടിലെത്തും. എൻ്റെ മകന് വേണ്ടി നിങ്ങളുടെ മോളെ എനിക്ക് തരുമോ? അവളിനി തനിച്ചാവില്ല. എൻ്റെ സ്വന്തം മകളെ ഞാൻ അവളെ നോക്കിക്കോളാം. ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ശേഖരൻ നായരുടെ കണ്ണുകൾ നിറഞ്ഞു. നെഞ്ചിൽ കെട്ടിക്കിടന്ന വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം വിറക്കുന്ന കൈകൾ കൂപ്പി ഡോക്ടറുടെ കൈകൾ പിടിച്ചു. മോളെ, ഞാൻ ഈ ദൈവത്തോട് ചോദിച്ചത് ഇത് തന്നെയായിരുന്നു. എൻ്റെ കാലം കഴിയണതിന് മുമ്പ് എൻ്റെ മോളൊരു നല്ല കൈകളിൽ ഏൽപ്പിക്കാൻ പറ്റണേന്ന്. എനിക്ക് പൂർണ്ണ സമ്മതം. ഈ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല മോളെ. അദ്ദേഹത്തിന്റെ ശബ്ദം സന്തോഷം കൊണ്ട് വിറച്ചു. നിറഞ്ഞ സന്തോഷത്തോടെ ഡോക്ടർ ശ്രീദേവി മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ആ നിമിഷം തന്നെ മീനു കട്ടിലിനരികിലേക്ക് നടന്നു വന്നു. ആളുടെ മുഖത്തൊരു വലിയ ആശയക്കുഴപ്പവും പരിഭവവും നിറഞ്ഞിരുന്നു. അപ്പ എന്തീ കാണിക്കുന്നേ? എന്നൊരു വാക്ക് പോലും ചോദിക്കാതെ. നീതുവിന്റെ ശബ്ദമിടറി. കണ്ണുകൾ നിറഞ്ഞു. എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ടപ്പ. എനിക്ക് അപ്പയുടെ കൂടെ ആ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതി. ശേഖരൻ നായർ പതിയെ അവിടെ കൈകൾ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. മോളെ മീനു, അപ്പയ്ക്ക് വേണ്ടിയാണോ? ഈ അപ്പയുടെ നെഞ്ചിലിപ്പോ കിടക്കുന്ന കരം ആ സുഖത്തിൻ്റെതല്ല. നാളെ ഞാൻ കണ്ണടച്ച എൻ്റെ കുട്ടി ലോകത്ത് തനിച്ചാവൂലെന്ന് ഓർത്തുള്ള ആദ്യ ആ ഡോക്ടർ നീയും കണ്ടതല്ലേ. ഒരു മകളെപ്പോലെ നിന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ അമ്മയുടെ കൈകളിലേക്ക് നിന്നെ ഏൽപ്പിക്കാൻ കഴിഞ്ഞ ഈ അപ്പയ്ക്ക് സമാധാനത്തോടെ കണ്ണടക്കാൻ മോളെ. നീ ഈ അപ്പന്റെ വാക്ക് തള്ളിക്കളയരുത്. മുത്തച്ഛന്റെ അവസ്ഥയും അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ യാചനയും മീനുവിനെ വല്ലാതെ വേദനിപ്പിച്ചു. തന്റെ കുഞ്ഞു ശാഠ്യങ്ങളെക്കാളും ആഗ്രഹങ്ങളെക്കാളും വലുത് തനിക്ക് ജീവനായ അപ്പയുടെ സമാധാനമാണെന്ന് ആൾ തിരിച്ചറിഞ്ഞു. മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളും അപരിചിതമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഭയമുണ്ടായിരുന്നിട്ടും നിറഞ്ഞൊഴിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് ആൾ മുത്തച്ഛന്റെ നെഞ്ചിലേക്ക് ചാരി മെല്ലെ തലയാട്ടി. ആൾ സമ്മതിച്ചിരിക്കുന്നു. ശ്രീദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി അധികം വൈകാതെ തന്നെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. വിശ്വജിത്ത് അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തി. ഒരു വലിയ പ്രൊജക്ടിന് തിരക്കിലായിരുന്നുകൊണ്ട് കല്യാണത്തിന് കൃത്യം 2 ദിവസം മുമ്പാണ് അവൻ എത്തിയത്.
പരസ്പരം സംസാരിക്കാനോ മനസ്സറിയാനോ ഉള്ള ഒരു സാഹചര്യം ഇരുവർക്കും കിട്ടിയില്ല. അമ്മയുടെയും ബിസിനസ്സുകാരനായ അച്ഛന്റെ വാക്കിനും ശേഖരൻ നായരുടെ അവസ്ഥയ്ക്ക് മുന്നിൽ അവനും വഴങ്ങുകയായിരുന്നു. അടുത്തുള്ള ചെറിയൊരു ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ രീതിയിൽ കല്യാണം നടന്നു. താലി വീഴുമ്പോൾ മീനുവിന്റെ കണ്ണുകൾ മുറുക്കി അടഞ്ഞിരുന്നു. തന്റെ കഴുത്തിൽ വീണ സ്വർണ്ണ താലിക്ക് എന്തോ വലിയൊരു ഭാരമുള്ള പോലെ അവൾക്ക് തോന്നി. പരിചയമില്ലാത്ത ഒരു സ്പർശനം, അപരിചിതമായൊരു മുഖം. എന്തിന് മന്ത്രകോടി വാങ്ങുമ്പോൾ പോലും തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ മീനുവിന് ധൈര്യമുണ്ടായിരുന്നില്ല. മനസ്സിൽ നിറയെ അപ്പയുടെ മുഖവും തന്റെ നാടും ആ തറവാടും മാത്രമായിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് തന്റെ സകല സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ട് മറ്റാരുടെയോ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ അവളുടെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടി. എന്നാൽ വിശ്വജിത്തിന്റെ അവസ്ഥ മറിച്ചായിരുന്നു. അമ്മയുടെയും അച്ഛന്റെയും നിർബന്ധത്തിന് വഴങ്ങി ഒട്ടും താല്പര്യമില്ലാതെയാണ് അവൻ ഈ വിവാഹപ്പന്തലിലേക്ക് എത്തിയത്. അതുവരെ അമ്മ കാണിച്ചു തന്ന 1-2 ഫോട്ടോകളിൽ മാത്രമാണ് അവൻ മീനുവിനെ കണ്ടിരുന്നത്. അതിലൊക്കെ വെറും ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരി പെൺകുട്ടി എന്നതിനപ്പുറം അവനൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് കേരളീയ തനിമയുള്ള റെഡ് സാരിയിലും തുളസിമാല ചാർത്തി വിറച്ചിരുന്ന മീനാക്ഷി ആദ്യമായി ജിത്തു നേർക്കുനേർ കണ്ടപ്പോൾ അവന്റെ നെഞ്ചിരിപ്പൊന്ന് കൂടി. അവളുടെ കണ്ണുകളിൽ കെട്ടിക്കിടന്ന ആ കുസൃതിയും ഇപ്പോൾ പടർന്നിരിക്കുന്ന ആ ചെറിയ ഭയവും അവളിൽ എന്തോ ഒരു പുതിയ അനുഭൂതി നിറച്ചു. ഫോട്ടോകളിൽ കണ്ടതിനേക്കാൾ എത്രയോ മനോഹരിയാണ് തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി എന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആരും കാണാതെ അവനവിടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന് പോയി. മനസ്സിലെവിടെയോ ഒരു കൊച്ചു പ്രണയത്തിന്റെ കനൽമെല്ലെ വീണ് കഴിഞ്ഞിരുന്നു. എങ്കിലും തന്നെ പ്രൊഫഷണൽ ഗാംഭീര്യം പുറത്തെടുത്തുകൊണ്ട് അവൻ ആ ഇഷ്ടം ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചു. വിവാഹ ചടങ്ങുകൾക്കെല്ലാം ശേഷം നേരെ വിശ്വത്തിന്റെ നഗരത്തിലെ വലിയ വീട്ടിലേക്കാണ് അവർ എത്തിയത്. വലിയൊരു കൊട്ടാരം പോലെയുള്ള വീട്. ശ്രീദേവി അവളെ മകളെ പോലെ കരുതി നിലവിളക്ക് നൽകി സ്വീകരിച്ചു. അമ്മ ശ്രീദേവിയുടെയും അച്ഛൻ വിശ്വനാഥന്റെയും കാലിൽ വീണ് മീനു അനുഗ്രഹം വാങ്ങി. ശ്രീദേവി മീനുവിനെ സ്നേഹചുംബനം കൊണ്ട് സ്വീകരിച്ചു. അച്ഛന്റെ സ്നേഹലാളനയിൽ മീനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ അനുഭവിച്ചറിയാത്തൊരച്ഛന്റെ കരുതലും സ്നേഹവും അവൾ അറിഞ്ഞു തുടങ്ങി. രാത്രിയിൽ ജിത്തുവിന്റെ റൂമിലേക്ക് എത്തിയ മീനുവിന്റെ മനസ്സ് വല്ലാതെ മിടിക്കാൻ തുടങ്ങി. ആദ്യ രാത്രി എന്ന പലതരം ചിന്തകൾ അവളുടെ മനസ്സിനെ പരിഭ്രാന്തിയിലാക്കി. ഭയം കാരണം അവൾ ആ റൂമിന്റെ വാതിലിനടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ തലതാഴ്ത്തി നിന്നു. ആ റൂമിലെ എയർ കണ്ടീഷണറിന്റെ തണുപ്പിലും അവൾ വിയർത്തു. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ തുറന്ന് ജിത്തു അകത്തേക്ക് വന്ന്. ഒരു സിമ്പിൾ ട്രാക്ക് പാന്റും കറുത്തൊരു ടീഷർട്ടുമാണ് വേഷം. ജിത്തു ഒരു കടുത്ത ഗൗരവത്തോടെ മീനുവിന്റെ തൊട്ടുമുമ്പിൽ നിന്നതും ആ സാന്നിധ്യത്തിൽ മീനുവിന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു തുടങ്ങി. ആളോട് സംസാരിക്കാൻ ചെറിയ പതർച്ച ജിത്തുവിനുണ്ടായെങ്കിലും ഗൗരവത്തിൽ പറഞ്ഞു, ഹായ്, തനി ഹെവി ഡ്രസ്സൊക്കെ മാറി കംഫർട്ടബിൾ ആയിട്ട് വല്ല കിട്ടോ? ആ വാർഡ്രോബിൽ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൾ മറുപടിയൊന്നും പറയാതെ വിറക്കുന്ന കാലടികളോടെ വാഷ്റൂം ലക്ഷ്യമാക്കി നടന്നു. ആൾ നടന്നു പോകുന്ന നോക്കി ജിത്തുവിന്റെ ചുണ്ടിലോ നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ എന്തോ ഒരു പ്രത്യേക ഭംഗി അവൾക്കുണ്ടെന്ന് അവൻ മനസ്സിലോർത്തുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. അല്പസമയം കഴിഞ്ഞ് ഒരു പലാസോ പാന്റും കുർത്തിയും ഇട്ട് മീനു മുറിയിലേക്ക് തിരിച്ചെത്തി. കട്ടിലേക്ക് നടന്ന് അവൾ കണ്ടത് ജിത്തു ബെഡിൽ കണ്ണടച്ച് കിടക്കുന്നതാണ്. ഉറങ്ങിയോ? അവൻ ഉറങ്ങിയെന്ന് കരുതി അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. എന്നെ മഹാദേവ, ഇത് എൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രം എന്താ എൻ്റെ മനസ്സിലും ശരീരത്തിലും സംഭവിക്കുന്നത്? ഞാനിനി പെട്ടിക്കിടക്കുന്ന ഇഷ്ടാവൂ? ജിത്തുവിനെ ശല്യം ചെയ്യണമെന്ന് കരുതി അവൾ തികച്ചും ശബ്ദമുണ്ടാക്കാതെ അരികിലിരുന്ന സോഫയിലേക്ക് ഇരുന്നു. പക്ഷെ അവൾ ഇരുന്നു. ജിത്തു പെട്ടെന്ന് തലയുയർത്തി അവളെ നോക്കി. എന്നാൽ മീനു അവനെ ശ്രദ്ധിക്കാതെ എന്തോ ആലോചനയോടെ ഇരിക്കുന്നുണ്ട്. ജിത്തു, എന്താണോ തനിക്ക് വീട്ടിൽ കിടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മീനു പെട്ടെന്ന് ഞെട്ടി. ഇല്ല എന്നർത്ഥത്തിൽ അവൾ വേഗത്തിൽ തലകുലുക്കി. എന്നാ പിന്നെ വന്ന് ഈ പെട്ടി കിടന്നോ? അവന്റെ ആ കടുപ്പത്തിലുള്ള ശബ്ദം കേട്ടതും അടുത്ത ചോദ്യത്തിന് കാത്തു നിൽക്കാതെ മീനു നിമിഷ നേരം കൊണ്ടുവന്ന് കട്ടിലിന്റെ ഒരു വശത്ത് കിടന്നു. അവൻ തന്നെ അടുത്തേക്ക് വരുമോ എന്ന പേടിയിൽ അവൾ കട്ടിലിന്റെ ഓരം ചേർന്ന് കിടന്നു. അപരിചിതത്വത്തിന്റെ വലിയൊരു മതിൽ കെട്ടുണ്ടായിരുന്നെങ്കിലും ഒരേ മുറിയിൽ ഒരേ കട്ടിൽ അവരുടെ ആദ്യരാത്രി അങ്ങനെ കടന്നുപോയി. ജിത്തു അവളുടെ ആ പേടി കണ്ട് മനസ്സിൽ ചിരിച്ചുകൊണ്ട് കട്ടിലിന്റെ മറുഭാഗത്തേക്ക് തിരിഞ്ഞു കിടന്നു. അതിരാവിലെ തന്നെ ഉണർന്ന മീനു പതിയെ എഴുന്നേറ്റ് കുളിച്ച് ഈറനോട് റൂമിലേക്ക് വന്നു. ജിത്തുവിന്റെ ഉറക്കം കണ്ട് മീനു ഒരു നിമിഷം അവനെ തന്നെ നോക്കി. പെട്ടെന്നാണ് തന്റെ ഫോൺ ശബ്ദം കേട്ടത്. മുത്തച്ഛന്റെ കോൾ കണ്ട സന്തോഷത്തിൽ അവൾ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി. ആദ്യമായി മുത്തച്ഛനിൽ നിന്ന് മാറുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ പരിഭ്രമത്തിൽ അവൾ സംസാരിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ജിത്തു അവിടേക്ക് വന്നു. മീനു കൊഞ്ചലോടെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അവൾ തന്നെ കണ്ണെടുക്കാതെ അവൻ നോക്കി നിന്നു. കുളി കഴിഞ്ഞ് തറയിൽ ആ ടവൽ കൊണ്ട് ചുറ്റിക്കിട്ടും നെറ്റിയിലെ ചന്ദനക്കുറിയും അവളുടെ സൗന്ദര്യം നിറഞ്ഞു നിന്നു. പെട്ടെന്ന് തന്നെ നോക്കി നിൽക്കുന്ന ജിത്തുവിനെ കണ്ട് മീനു ഞെട്ടി. അവന്റെ മുഖത്തേക്ക് നോക്കുന്ന അവൾ ഫോണിൽ, അപ്പ ഞാൻ പിന്നെ വിളിക്കാം. അതും പറഞ്ഞ് അവനരിയിലേക്ക് നടന്ന മീനുവിന്റെ കൈകൾ ജിത്തു ബലമായി പിടിച്ച് റൂമിലെ കണ്ണാടിക്കുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അവന്റെ ആ ബാവോളിൽ വല്ലാത്ത വിറയിൽ നിറച്ചു.
തന്റെ പിന്നിൽ വിറയലോടെ നിൽക്കുന്ന അവളുടെ മുഖം കണ്ണാടിയിൽ നോക്കി ചെറിയ ചിരിയോടെ അവൻ ആ സിന്ദൂരം കയ്യിലെടുത്തു. അവളുടെ മുഖത്തേക്ക് നോക്കി നെറ്റിയിൽ ചേർത്തി അവന്റെ ആ സ്പർശനം തട്ടിയതും അവൾ ജിത്തുവിന്റെ മുഖത്തേക്ക് നോക്കി. അവൻ മീനുവിന്റെ ചെവിയോരം ചേർത്ത് പതിയെ പറഞ്ഞു, ഈ മുഖം ഇങ്ങനെ ചുവന്ന് കാണാൻ എനിക്കിഷ്ടം. അവന്റെ വാക്കുകൾ കേട്ടതും മീനു പതറി പറഞ്ഞു, അത് അപ്പ വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ഉറങ്ങുന്നോണ്ട് ശല്യം ചെയ്യണമെന്ന് കരുതിയാ പുറത്തേക്ക് പോയത്. അവന്റെ ചുടിശ്വാസം അവളുടെ പിൻകഴുത്തിൽ തട്ടിയതും എന്തെന്നറിയാത്തൊരു തരം മാറ്റം അവളിൽ സ്വയം അറിഞ്ഞു. അവളുടെ ആ ഭാവം കണ്ട് ജിത്തുവിന് ചിരി വന്നെങ്കിലും അവൻ മുഖത്ത് ഗൗരവത്തോടെ തിരിഞ്ഞടന്നു. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. ഇരുവരും പരസ്പരം സംസാരിക്കുന്നുണ്ടെങ്കിലും അവരിൽ അകൽച്ച ശ്രീദേവി അമ്മ വേഗം തിരിച്ചറിഞ്ഞു. എങ്കിലും ആ അച്ഛനും അമ്മയും അവരുടെ ആ പരിങ്ങലുകളും നോട്ടവും കണ്ട് പുഞ്ചിരിയോടെ സന്തോഷിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മീനുവിന്റെ വീട്ടിലേക്ക് എത്തിയ ജിത്തുവിനെയും മീനുവിനെയും മുത്തച്ഛൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. വരൂ മക്കളെ. ആ വീടിന്റെ അകത്തളത്തിലേക്ക് കയറി ജിത്തു ചുറ്റിനും നോക്കി അത്ഭുതത്തോടെ മീനുവിനോട് ചോദിച്ചു, എടോ ഇതെല്ലാം താൻ വരച്ച ചിത്രങ്ങളാണോ? താൻ ഇത്രയും മനോഹരമായിട്ട് വരയ്ക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ജിത്തുവിന്റെ ചോദ്യം കേട്ട് മീനുവിന്റെ മുഖത്തൊരു നാണം കലർന്ന പുഞ്ചിരി വിരിഞ്ഞു. അവൾ പതിയെ തലയാട്ടി. അതെ, മീനൂട്ടിക്ക് വരയും പാട്ടും നൃത്തമെന്ന് വെച്ചാൽ ജീവനാ മോനെ. ശേഖരൻ നായർ അഭിമാനത്തോടെ ജിത്തുവിനോട് പറഞ്ഞു. ജിത്തുവിന്റെ എപ്പോഴുമുള്ള തിരക്കേറിയ കരിയർ ജീവിതത്തിൽ ആ നാട്ടിൻപുറം തറവാട് വീടുമൊക്കെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് നൽകിയത്. ആ നാടും വഴികളുമെല്ലാം അവരിരുവരും ഒന്നിച്ച് നടന്നു കണ്ടു. വൈകുന്നേരത്തോടെ മീനുവിന്റെ പ്രിയപ്പെട്ട മഹാദേവന്റെ ക്ഷേത്രത്തിലും പോയി പ്രാർത്ഥിച്ചു. രാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തിയ മീനുവും ചിത്തുവും മുത്തച്ഛന്റെ പഴയകാല പാചകതകൾ കേട്ട് ഒത്തിരി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. അവർ മുറിയിലേക്ക് നടന്നു. പതിവ് പോലെ പെണ്ണിന്റെ ഒരു വശം ചേർന്ന് കിടക്കുന്ന തന്റെ ഭാര്യയെ ചിത്തു നോക്കി. അവളുടെ ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു, എന്റെ മീനു, എന്നും നമ്മളിങ്ങനെ കട്ടിലിന് രണ്ടു വശത്തായിട്ട് കിടന്നാൽ മതിയോ? നമുക്ക് നമ്മുടെ ജീവിതം തുടങ്ങണ്ടേ? പെട്ടെന്ന് എന്തു പറയണമെന്നറിയാതെ അവൾ വിരലുകൾ പിണച്ചു പിടിച്ച് തലതാഴ്ത്തി. എന്താണോ, തനിക്ക് എന്നെ ഇപ്പോഴും അത്രയ്ക്ക് പേടിയാണോ? ജിത്തു കട്ടിലിൽ പകുതി എഴുന്നേറ്റിരുന്ന് മീനുവിലേക്ക് അല്പം അടുത്തു മാറി ചോദിച്ചു. അത് അങ്ങനെയല്ല. മീനുവിന്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. പിന്നെ എങ്ങനെയാ? കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളായി, പക്ഷെ ഇപ്പോഴും. അവൻ ബാക്കി പറയാൻ നിർത്തി. നിമിഷ നേരം കൊണ്ട് അവളെ തന്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു. മീനുവിന്റെ മനസ്സും ശരീരം ഒരുപോലെ വിറക്കാൻ തുടങ്ങി. താൻ ഇതുവരെ അനുഭവിച്ചറിയാത്ത വികാരങ്ങൾ അവളിലൂടെ കടന്നുപോയി. എങ്കിലും അവൾക്ക് ഒഴിഞ്ഞു മാറാൻ തോന്നിയില്ല. അടുത്ത ദിവസം രാവിലെ ഇരുവരും ചിത്തുവിന്റെ വീട്ടിലേക്ക് യാത്രയായി. ആ യാത്രയിൽ ഇരുവരുടെ മനസ്സും പരസ്പരം ചേർന്നിരുന്നു. ആ വീടും അച്ഛനും അമ്മയും താൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തൊരു സ്നേഹം അവരിലൂടെ അവൾ തിരിച്ചറിഞ്ഞു. ഒരിക്കലും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൽ ജിത്തു എല്ലാവരോടുമായി പറഞ്ഞു, അമ്മേ, എന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് എനിക്ക് വീണ്ടും അമേരിക്കയിലേക്ക് പോകണം. ജിത്തുവിന്റെ ആ വാക്കുകൾ കേട്ട് മീനും ഞെട്ടി. പെട്ടെന്ന് അവളുടെ മുഖം എന്തെന്നില്ലാത്തൊരു വിഷമം നിഴലിച്ചു. അച്ഛനും അമ്മയും അത് സമ്മതിച്ചും അവരുടെ സംസാരങ്ങൾക്കിടയിൽ അവൾ നേരിയ വിഷമത്തോടെ റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയ പാടെ ഫ്രഷായി ബെഡിലേക്ക് കിടന്നു. ഉറക്കം വന്നില്ല. പെട്ടെന്നാണ് ജിത്തു അങ്ങോട്ട് എത്തുന്നത്. മീനുവിന്റെ മുഖത്തേക്ക് നോക്കി. എന്താണ്, സുഖമല്ലേ? ഏയ്, ഒന്നുമില്ല. അവളുടെ മറുപടിയിൽ ജിത്തുവിന് കാര്യം മനസ്സിലായി. അവൻ പതിയെ ബെഡിലേക്ക് കിടന്ന് അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചിടത്തി. താടിത്തുമ്പിൽ മുഖമുയർത്തി ചോദിച്ചു, എന്തുപറ്റി? ഈ മുഖമെല്ലാം ചോന്നിട്ടുണ്ടല്ലോ. അവൾക്ക് എന്തോ പെട്ടെന്ന് കണ്ണുകൾ നിറഞ്ഞു. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജിത്തുവിനെ മുറുകെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നാൽ ജിത്തുവിന്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. എടോ മീനു, താൻ ഇത്രക്ക് പാവാണോ? ഞാൻ പോയ 2 വീക്സ്, അതിനു മുമ്പ് തിരികെ വരും. താനിങ്ങനെ വിഷമിക്കില്ലേ? അവൻ പതിയെ അവളുടെ പിൻകഴുത്തിൽ ചുണ്ടുകൾ അമർത്തി. അവളുടെ കൈകൾ അവനിൽ പിടിമുറുക്കി. പിടച്ചിലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. കണ്ണുകളിലെ ഭാവം അവൾക്കെന്തോ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു തരം സന്തോഷമായിരുന്നു. ഞാൻ സ്വന്തമാക്കട്ടെ. അവൾ നാണം കൊണ്ട് മുഖം പൊത്തി. നിമിഷ നേരം കൊണ്ട് ഇരുവരും വികാരത്തിന്റെ മറ്റൊരു ലോകത്തേക്കെത്തി. ആ രാത്രിയുടെ ഏതോ യാമങ്ങളിൽ ഇരുവരും നിദ്രയെ പുൽകി. രാവിലെ തന്നെ ചിത്തു എഴുന്നേറ്റു. ജോഗിനായി പുറത്തേക്ക് പോയി. എന്നാൽ മീനുവിന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ബെഡിൽ തന്നെ കിടന്നു. പെട്ടെന്നാണ് റൂമിലേക്ക് അമ്മ വന്ന്. എന്തു പറ്റി മോളെ? ഏയ്, ഒന്നുമില്ല അമ്മേ, ചെറിയ തലവേദന. നീ ബാത്റൂമിൽ വീണ കാര്യം ചിത്തു രാവിലെ പറഞ്ഞിരുന്നു. നല്ല വേദനയുണ്ടോ മോളെ? ഹോസ്പിറ്റലിൽ പോകണോ? തന്റെ അവസ്ഥയെക്കുറിച്ച് അമ്മയോട് കള്ളം പറഞ്ഞു കൊടുത്ത് ആൾക്ക് എന്തോ വല്ലാത്തൊരവസ്ഥയായി. പ്രശ്നമില്ല അമ്മേ, ജിത്തുവേട്ടൻ ടാബ്ലറ്റ് എന്നിട്ടാ പോയി. കുറച്ചു നേരം കിടന്നാൽ മതി. മോള് റെസ്റ്റ് എടുത്തോ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാം. ജിത്തു ഇപ്പോൾ വരും. അതും പറഞ്ഞ് അമ്മ പുറത്തേക്ക് ഇറങ്ങിയതും ജിത്തു റൂമിലേക്ക് എത്തി. അമ്മ പുറത്തേക്ക് പോയതും ജിത്തു റൂം ലോക്ക് ചെയ്ത് മീനുവിന്റെ അടുത്തേക്ക് നടന്ന് ചോദിച്ചു, എന്താടാ, നല്ല വേദനയുണ്ടോ? മെഡിസിൻ വാങ്ങണോ? ആൾ നാണം കൊണ്ട് തലതാഴ്ത്തിയതും ജിത്തുവിന്റെ മുഖത്ത് ചിരിയേണ്ട മീനുടനെ, ജിത്തുവിടെ എന്തിനാ ഞാൻ വീണതാണ് അമ്മയോട് നുണ പറഞ്ഞേ? അവൻ ഗൗരവത്തിൽ പറഞ്ഞു. പിന്നെ ഞാൻ എന്തോന്ന് പറയണം? ഞാൻ എൻ്റെ ഭാര്യ ആദ്യമായിട്ടൊന്ന് സ്നേഹിച്ചു.
അതുകൊണ്ടാണ് അമ്മയുടെ മരുമോൾ ഇത്രയും ആവശ്യമാണെന്ന് പറഞ്ഞാൽ മതിയോ? അയ്യേ, ഒന്ന് പോ ജിത്തുവേട്ടാ. അപ്പോഴേക്കും ജിത്തു അവളെ ഇരുകൈകളാൽ കോരിയെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. അല്ല, ജിത്തുവേട്ട എപ്പോഴാ പോകുന്നേ? ജിത്തു ഗൗരവത്തോടെ മീനു നോക്കി. നമ്മൾ നാളെ വൈകുന്നേരം പോകും. നാളെയോ? അത് ഇത്രയും നേരത്തെ? ജിത്തുവേട്ടൻ പോകുമ്പോൾ ഞാൻ അപ്പയുടെ അടുത്തേക്ക് പോട്ടെ, കുറച്ച് ദിവസം അവിടെ താമസിക്കാം. ആൾ പ്രതീക്ഷയോടെ ചോദിച്ചു. അവൻ പുഞ്ചിരിയോടെ അവൾ വാഷ്റൂമിലെത്തി പതിയെ പറഞ്ഞു. ഞാൻ മാത്രമല്ലോ പോകുന്നു, നമ്മൾ ഒരുമിച്ച നാളെ അമേരിക്കയിലേക്ക് പോകുന്നു. കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ അത്ഭുതത്തോടെ വായും തുറന്ന് നോക്കി നിൽക്കുന്ന അവളെ കണ്ട് ജിത്തുവിന് ചിരിയടക്കാനായില്ല. അവൻ പതിയെ ഷവർ ഓൺ ചെയ്തും തണുത്ത വെള്ളത്തുള്ളി അവളുടെ തലയിലേക്ക് വീണു. അതോടെ ബോധം വന്ന പോലെ അവൾ ജിത്തുവിനെ നോക്കി. ശരിക്കും എന്നെയും കൊണ്ടുപോകും? ആ, അത് പിന്നെ ആദ്യം താൻ കുളിച്ചിട്ട് വാ. ജിത്തു കള്ളച്ചിരിയോടെ അവളുടെ കവിളിലൊന്നുള്ളി പുറത്തേക്ക് നടന്നു. പെട്ടെന്നുണ്ടായ ആ സന്തോഷത്തിൽ മീനുവിന്റെ മനസ്സ് തുള്ളിച്ചാടിയെങ്കിലും അടുത്ത നിമിഷം തന്നെ അപ്പയുടെ ഓർമ്മകൾ ആളുടെ ഉള്ളിൽ സങ്കടത്തിന്റെ കനലായി മാറി. ആദ്യമായി മുത്തച്ഛനെ തനിച്ചാക്കി ഇത്രയും ദൂരേക്ക്, അതും മറ്റൊരു നാട്ടിലേക്ക്. അങ്ങനെ ഒരു പോക്കിനെ കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. കുളി കഴിഞ്ഞ് നനഞ്ഞ മുടിയും തോർത്തി റൂമിലേക്ക് വരുമ്പോൾ മീനുവിന്റെ മുഖത്ത് ആ പഴയ തെളിച്ചം നഷ്ടപ്പെട്ടിരുന്നു. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കുങ്കുമം തൊടുമ്പോഴും അവളുടെ മനസ്സ് നാട്ടിൻ പുറത്ത് ആ ചെറിയ തറവാട് വീടിന്റെ മുറ്റത്തായിരുന്നു. ബെഡിൽ നിന്ന് ലാപ്ടോപ്പിൽ എന്തോ ടൈപ്പ് ചെയ്യായിരുന്നു ചിത്തു. മീനുവിന്റെ മുഖത്ത് മാറ്റം പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചു. അവൻ ലാപ്ടോപ്പ് മാറ്റി വെച്ച് എഴുന്നേറ്റ് അവളുടെ അരിയിലേക്ക് നടന്നു. പുറകിലൂടെ വന്ന് അവളുടെ തോളിൽ കൈകൾ വെച്ചുകൊണ്ട് കണ്ണാടിയിലൂടെ ചിത്തു ചോദിച്ചു, എന്തുപറ്റി മീനു? അവൻ അന്തരീക്ഷം ലഘൂകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ മീനുവിന്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു തുളുമ്പി. അവൾ തിരിഞ്ഞ് ചിത്തുവിന്റെ ഷർട്ടിൽ പിടിച്ച് തലാഴ്ത്തിയിരുന്നു. ജിത്തുവേട്ടാ, അപ്പി ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം. അസുഖം കഴിഞ്ഞ് അപ്പ ഇപ്പൊ തനിച്ചല്ലേ ഉള്ളു, ഞാൻ കൂടി അത്രയ്ക്ക് ദൂരേക്ക് പോയാ? അവളുടെ ശബ്ദമിളറി. ജിത്തു അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. എന്റെ പൊട്ടിപ്പെണ്ണായി, അപ്പയെ തനിച്ചാക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അമ്മയും അച്ഛനും ദിവസം അപ്പയെ വിളിക്കുന്നുണ്ട്. ആഴ്ചയൊരിക്കൽ അമ്മയോടെ പോയി നോക്കുന്നുണ്ട്. പോരാത്തതിന് അമലും ശാരദാമ്മയും തൊട്ടടുത്ത് തന്നെയുണ്ട്. പിന്നെ എല്ലാറ്റിനും ഉപരി നമ്മുടെ കല്യാണം കഴിഞ്ഞോടെ തന്റെ ഉത്തരവാദിത്തം അമ്മയും അച്ഛനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പൊ ഒട്ടും തനിച്ചല്ല. ആനവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. തുടച്ചാലും തീരാത്ത ആ കണ്ണുനീർ വിരലുകളാൽ ഉപ്പിമാറ്റി. നാളെ രാവിലെ നമുക്ക് അപ്പയെ കാണാൻ നാട്ടിലേക്ക് പോവാം. അപ്പയുടെ യാത്രയ്ക്ക് പറഞ്ഞ് അനുഗ്രഹം വാങ്ങി നാളെ വൈകുന്നേരം നമുക്ക് എയർപോർട്ടിൽ നിന്ന് തിരിക്കാം, പോരെ? ജിത്തുവിന്റെ ആ കരുതൽ നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ മീനുവിന്റെ മനസ്സിലെ അസ്വസ്ഥതകൾക്ക് നേരിയൊരു ശമനം തോന്നി. ആൾ വീതുമ്പലോടെ ജിത്തുവിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. തന്റെ ആശങ്കകളെല്ലാം ഒരു തണൽ പോലെ മാറ്റിമറിക്കുന്ന തന്റെ ഭർത്താവിനോട് ആൾക്കുള്ളിൽ അത്രമേൽ പ്രണയവും ബഹുമാനവും തോന്നിയ നിമിഷമായിരുന്നു അത്. ആ വലിയ കൊട്ടാര സദൃശ്യമായ മുറിയിലെ തണുപ്പിലും ജിത്തുവിന്റെ നെഞ്ചിലെ ചൂടിൽ അവൾ തന്റെ സങ്കടങ്ങളെല്ലാം മറന്ന് മെല്ലെ കണ്ണുകൾ അടച്ചു. അതിരാവിലെ തന്നെ ജിത്തു എവിടേക്കോ യാത്ര തിരിച്ചിരുന്നു. മീൻ ഉറക്കമുണർന്നപ്പോൾ റൂമിൽ ജിത്തുവിനെ കണ്ടില്ല. രാത്രി പറഞ്ഞ പോലെ നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാവുമെന്ന് അവൾ കരുതിയത്. ഫ്രഷായി താഴേക്ക് ചെന്ന് അവൾ ഹാളിൽ അമ്മയെ മാത്രമാണ് കണ്ടത്. അമ്മേ, ജിത്തുട്ട് എവിടെ പോയതാ? നാട്ടിലേക്ക് ഇറങ്ങിയാണോ? മീനു ആകാംക്ഷയോടെ ചോദിച്ചു. അമ്മ ശ്രീദേവി ചുണ്ടിൽ നീകൂടെ പുഞ്ചിരിയോടെ അവളെ നോക്കി. അറിയില്ല മോളെ, അതിരാവിലെ എഴുന്നേറ്റ് ആരോ വരുന്നുണ്ട്, ആരോ പിക്ക് ചെയ്യാൻ പോയാണെന്ന് പറഞ്ഞ് കാറെടുത്ത് പോയതാ. അമ്മയുടെ മറുപടി കേട്ട് മീനുവിന് വല്ലാത്തൊരു അത്ഭുതം തോന്നി. ഈ സമയത്ത് ആരായിരിക്കും വരുന്നത്? ചിന്തകളോടെ ആൾ ഉമ്മറത്തെ തിണ്ണയിലേക്ക് വന്നിരുന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ മുറ്റത്തേക്ക് ജിത്തുവിന്റെ കാർ വന്നിരുന്നു. വണ്ടി നിർത്തി ജിത്തു പുറത്തിറങ്ങി. ഒപ്പം പാസഞ്ചർ സീറ്റിന്റെ വാതിൽ തുറന്ന് മറ്റൊരാൾ കൂടി പതിയെ പുറത്തേക്ക് ഇറങ്ങി. അത് കണ്ട് മീനുവിന്റെ മിഴികൾ വിടർന്നു. ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാറിൽ നിറങ്ങുന്ന തന്റെ പ്രാണനായ അപ്പയെ കണ്ട് മീനുവിന് സ്വയം നിയന്ത്രിക്കാനായില്ല. ആൾ ഉമ്മറത്തുനിന്ന് മുറ്റത്തേക്ക് ഓടിപ്പോയി മുത്തശ്ശനെ കെട്ടിപ്പിടിച്ചു. അപ്പാ! അവളുടെ ശബ്ദം സന്തോഷം കൊണ്ട് വിറച്ചു. മോളെ മീനൂട്ടി. ശേഖരൻ നായർ അവിടെ തലയിൽ തലോടി. സുഖാണോ എൻ്റെ കുട്ടിക്ക്? ദാ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉണ്ണിയപ്പവും പലഹാരങ്ങളൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഇതുകൂടി ബാഗിൽ വെച്ചേക്കണം. അപ്പയുടെ കയ്യിൽ ആ പൊതിയിലേക്ക് നോക്കിയപ്പോൾ മീനുവിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ആ സ്നേഹത്തിന് മുമ്പിൽ തന്റെ യാത്രയ്ക്ക് വെറും ശൂന്യമായി അവൾക്ക് തോന്നി. ആൾ പെട്ടെന്ന് തിരിഞ്ഞ് പുറകിൽ ചിരിച്ചു നിൽക്കുന്ന ജിത്തുവിനെ നോക്കി പറഞ്ഞു. അപ്പ ഇങ്ങനെ തനിച്ചാക്കി എനിക്ക് ഒരിടത്തേക്കും പോകണ്ട ജിത്തുവേട്ടാ, ഞാൻ വരുന്നില്ല അമേരിക്കയിലേക്ക്. മീനുവിന്റെ ആ കുട്ടി നിറഞ്ഞ പിണക്കം കണ്ട് ജിത്തു ഒന്നും പറയാമെന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. അപ്പോഴേക്കും ആളിൽ നിന്നും അച്ഛൻ വിശ്വനാഥനും അമ്മ ശ്രീദേവി അങ്ങോട്ട് നടന്നു വന്നു. അമ്മ മീനുവിന്റെ അരികിലേക്ക് വന്ന് ആളുടെ തോളിൽ കൈ ചേർത്ത് സ്നേഹത്തോടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. മോളെ, മുത്തശ്ശൻ നാട്ടിൽ തനിച്ചാണെന്ന് നിന്നോട് ആരാ പറഞ്ഞു? ഇന്ന് മുതൽ മുത്തശ്ശൻ എന്താ ഈ വീട്ടിൽ ഞങ്ങളുടെ കൂടെ താമസിക്കുന്നത്. ഇനി ആ നാട്ടിൻപുറത്തെ വീട്ടിലേക്ക് മുത്തശ്ശൻ തനിച്ചു പോയില്ല. ഞങ്ങൾ എല്ലാവരും ഇല്ലേ ഇവിടെ? മോള് ഒന്നിനെ കുറിച്ച് ഓർത്തും വിഷമിക്കേണ്ട. സന്തോഷത്തോടെ എന്റെ മോള് മോനെയും കൂട്ടി പോയി വാ. അമ്മയുടെ വാക്കുകൾ കേട്ട് മീനു വിശ്വസിക്കാനാവാതെ അപ്പയുടെ മുഖത്തേക്ക് നോക്കി. ശേഖരൻ നായർ നിറഞ്ഞ പുഞ്ചിരിയോടെ തലയാട്ടി ആ സത്യം ഉറപ്പിച്ചു.
ജിത്തു അതിരാവിലെ പോയത് അപ്പയെ എന്നേക്കുമായി തങ്ങളുടെ ആ വലിയ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. സന്തോഷത്തിന്റെ അതിർവരമ്പുകളില്ലാതെ മീനുവിന്റെ മനസ്സ് നിറഞ്ഞു തുളുമ്പി. തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ലോകമെല്ലാം തിരികെ തന്ന തന്റെ ഭർത്താവിനോട് അവൾക്ക് അളവറ്റ പ്രണയം തോന്നി. അവൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണെന്ന കാര്യം പോലും മറന്ന് ഓടിച്ചെന്ന് ജിത്തുവിനെ മുറുകെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി സന്തോഷം കൊണ്ട് അവൾ കരയുന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ ചുണ്ടിൽ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു നിന്നിരുന്നു. ജിത്തു അവളെ ചേർത്ത് പിടിച്ച് ആ നെറുകയിൽ ചുണ്ടുകൾ അമർത്തുമ്പോൾ അവളുടെ പുതിയൊരു പ്രണയകാലം പൂർണ്ണമാവുകയായിരുന്നു.